രാജ്യതലസ്ഥാനത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച രാജ്യാന്തര തലത്തിൽ പോലും ഏറെ ചർച്ച ചെയ്യപ്പെട്ട സംഭവമായിരുന്നു ബി.ജെ.പി. നേതാവും ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനുമായ ബ്രിജ്ഭൂഷണെതിരായിട്ടുള്ള ലൈംഗിക പരാതി. ഡൽഹിയിൽ വലിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഈ കഴിഞ്ഞ കാലയളവിൽ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ബ്രിജ്ഭൂഷന്റെ രാഷ്ട്രീയ ഭാവി പോലും തുലാസിലായി. ഒടുവിൽ ലൈംഗിക പരാതിയിൽ ബ്രിജ്ഭൂഷനെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു. ഡൽഹി വിചാരണ കോടതിയാണ് ബ്രിജ്ഭൂഷനെ വെറുതെ വിട്ട് ഉത്തരവിട്ടിരിക്കുന്നത്. മുൻ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനാണ് ബ്രിജ്ഭൂഷൺ. താരങ്ങൾക്ക് നേരെ ബ്രിജ്ഭൂഷൺ ലൈംഗിക അതിക്രമം നടത്തിയെന്നായിരുന്നു കേസ്. ഗുസ്തി താരങ്ങളുടെ സമരത്തിന് വഴിവെച്ച സംഭവമായിരുന്നത്. 6 ഗുസ്തി താരങ്ങളാണ് ബ്രിജ്ഭൂഷണെതിരെ പരാതി ഉന്നയിച്ചത്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് രഞ്ജിത്ത് രാമേന്ദ്രൻ ചെയ്യുന്നുണ്ട്. രഞ്ജിത്ത്, വലിയ കോലാഹലങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നതാണ്. പ്രത്യേകിച്ചും ഒരു ഗുസ്തി ഫെഡറേഷന്റെ അധ്യക്ഷൻ ബി.ജെ.പിയുടെ എം പി ആയിരുന്നു. അങ്ങനെ വലിയ സ്വാധീനമുള്ളൊരു വ്യക്തിക്കെതിരെ ഗുസ്തി താരങ്ങൾ, വനിതകളടങ്ങുന്ന ഗുസ്തി താരങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു. ആ പ്രതിഷേധത്തെ എങ്ങനെയാണ് നേരിട്ടതെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചൊരു കേസ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബ്രിജ്ഭൂഷൺ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇതിന്റെ കോടതി വിധിയുടെ വിശദാംശങ്ങൾ എന്താണ്? തീർച്ചയായും ടോം, ഇത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അവർ ഏറെ പ്രതിരോധത്തിലായ ഒരു സംഭവവും എതിർപക്ഷം, പ്രത്യേകിച്ചും പ്രതിപക്ഷം വലിയ ആയുധമാക്കിയ ഒരു സംഭവമായിരുന്നു ബ്രിജ്ഭൂഷണുമായി ബന്ധപ്പെട്ട ഗുസ്തി താരങ്ങളുടെ പരാതികൾ. വനിതാ ഗുസ്തി താരങ്ങൾ നൽകിയ 6 പരാതികളുടെ അടിസ്ഥാനത്തിൽ 2023 ഏപ്രിൽ 28-നാണ് ഡൽഹിയിലെ കനോട്ട് പ്ലേസ് പോലീസ് സ്റ്റേഷനിൽ ബ്രിജ്ഭൂഷണും ഒപ്പം വിനോദ് തോമറിനുമെതിരെ ആദ്യമായിട്ട് FIR രജിസ്റ്റർ ചെയ്യുകയും മറ്റും ചെയ്യുന്ന ഒരു പശ്ചാത്തലം ഒരുങ്ങുന്നത്. ബ്രിജ്ഭൂഷൺ നമുക്കറിയാം, ഗുസ്തി ഫെഡറേഷനുമായി ബന്ധപ്പെട്ട് ഏറെ അപ്രമാദിത്വമുള്ള തലപ്പത്തുള്ള ഒരു വ്യക്തിയായിരുന്നു. ഗുസ്തി ഫെഡറേഷൻ്റെയൊക്കെ അവസാന വാക്കും ബ്രിജ്ഭൂഷണായിരുന്നു. അത് മാത്രമല്ല, പ്രധാനപ്പെട്ട ബി.ജെ.പി. നേതാക്കളുടെയൊക്കെ അടുപ്പക്കാരൻ കൂടിയായിരുന്നു ബ്രിജ്ഭൂഷൺ MP എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ പരാതിയും ഇതുമായി ബന്ധപ്പെട്ട് വന്നതോടുകൂടിയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി കുഴപ്പത്തിലേക്ക് മാറുകയും ബ്രിജ്ഭൂഷൺ പ്രതിരോധത്തിലാവുകയും മറ്റും ചെയ്യുന്നത്. തുടർന്ന് 6 വനിതാ ഗുസ്തി താരങ്ങളെ ലൈംഗികമായി അതിക്രമിച്ചു, പിന്തുടർന്ന് ശല്യപ്പെടുത്തി എന്ന തരത്തിലുള്ള പരാതികളായിരുന്നു ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നത്. 2023 ജൂണിൽ ഡൽഹി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് 1500 പേജുള്ള ഒരു കുറ്റപത്രം സമർപ്പിക്കുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. 4 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഗുസ്തി താരങ്ങൾ, റഫറി കോച്ച്, ഫിസിയോതെറാപ്പിസ്റ്റ് എന്നിവരുൾപ്പെടെ 22 പേരുടെ സാക്ഷിമൊഴികൾ കൂടി രേഖപ്പെടുത്തിയാണ് പോലീസ് ആദ്യഘട്ടത്തിൽ അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോവുകയും മറ്റും ചെയ്തത്. പിന്നീട് പരാതിക്കാരിയായ നേരത്തെ പറഞ്ഞ പ്രായപൂർത്തിയായ പെൺകുട്ടിയും പിതാവും ഈ കേസ് പിൻവലിക്കുന്ന ഒരു പശ്ചാത്തലം ഒരുങ്ങിയതാണ് ബ്രിജ്ഭൂഷണെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വഴിത്തിരിവായി മാറുകയും സഹായകരമായി മാറുകയും മറ്റും ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. തുടർന്ന് ഈ പോക്സോ കേസ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും മറ്റുമായിരുന്നു. ബ്രിജ്ഭൂഷണെതിരെ തെളിവുകളൊന്നുമില്ല എന്ന് പോലീസ് ആ ഘട്ടത്തിൽ വ്യക്തമാക്കുകയും മറ്റും ചെയ്തു. തുടർന്ന് 2023 ഓഗസ്റ്റ് 1-ന് കോടതിയിലെ അടച്ചിട്ട മുറിയിൽ ഇതുമായി ബന്ധപ്പെട്ട് വാദം നടക്കുകയും പോലീസിന്റെ ഈ വേർഷൻ കോടതിയെ അറിയിക്കുകയും മറ്റുമായിരുന്നു ചെയ്തത്. 2024 മെയ് മാസത്തിൽ ഡൽഹി പോലീസ് ബ്രിജ്ഭൂഷണെതിരെ മറ്റൊരു ലൈംഗികാതിക്രമം എന്ന വിഷയത്തിൽ മറ്റൊരു കേസ് കൂടി ചുമത്തുന്ന പശ്ചാത്തലമുണ്ടായി. അത്തരത്തിൽ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ബ്രിജ്ഭൂഷന്റെ പലതരത്തിലുള്ള വാദങ്ങൾ, ഡിഫൻസ് വാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നടക്കുകയും മറ്റും ചെയ്തത്. ഏതായാലും വലിയ തോതിലുള്ള രാഷ്ട്രീയ വിവാദങ്ങളുണ്ടായി. തെരഞ്ഞെടുപ്പിന് മുൻപ് ബി.ജെ.പി. അടക്കം പ്രതിസന്ധിയിലാകുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായി. ആ കേസിലാണ് ഏറ്റവും ഒടുവിൽ ഇത്തരമൊരു വിധി കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും മറ്റും ചെയ്തത്. ഇപ്പോൾ ബ്രിജ്ഭൂഷൺ യാദവിൻ്റെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അതായത് തന്നെ തൂക്കിലേറ്റണമെന്നും ജീവനോടെ കത്തിക്കണം എന്നും മറ്റും ആവശ്യപ്പെട്ട നിരവധി ആളുകളുണ്ട്. ഇവർ ആത്മപരിശോധന നടത്തണമെന്നാണ് ഇപ്പോൾ ബ്രിജ്ഭൂഷൺ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. അനുയോജ്യമായ സമയം വരുമ്പോൾ ഇതിനെല്ലാം മറുപടി നൽകും എന്നും ബ്രിജ്ഭൂഷൺ യാദവ് പറയുകയായിരുന്നു. മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഈ വിധി വന്ന ശേഷം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നേരത്തെ നമുക്കറിയാം, 2023 രാജ്യത്തെ പ്രധാനപ്പെട്ട ഗുസ്തി താരങ്ങൾ, പ്രത്യേകിച്ചും വിനേഷ് ഫോഗട്ട്, സാക്ഷി മാലിക്, ബജ്രംഗ് പൂനിയ തുടങ്ങിയവർ ഡൽഹിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ജന്തർ മന്ദറിൽ സമരം നടത്തിയതൊക്കെ വലിയ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് വഴിവെക്കുകയും മറ്റും ചെയ്തിരുന്നു. രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ചെയ്ത പശ്ചാത്തലമൊക്കെ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. പക്ഷേ ഈ വർഷങ്ങൾ നീണ്ട നിയമപോരാട്ടങ്ങൾക്ക് ഒടുവിൽ കേസിൽ തെളിവില്ല എന്ന് കണ്ടെത്തുകയാണ്. ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെയും മുൻ ഗുസ്തി ഫെഡറേഷൻ അസിസ്റ്റന്റ് സെക്രട്ടറി വിനോദ് തോമറിനെയും കോടതി വെറുതെ വിടുന്ന ഒരു സാഹചര്യം കൂടി പ്രധാനമായി ഉണ്ടാകുന്നു. രണ്ടുപേർക്കും
ആശ്വാസകരമാണ്. ഒപ്പം BJPക്കും ഇതുമായി ബന്ധപ്പെട്ട ഈ കോടതി വിധി അനുകൂലമായി മാറുന്ന ഒരു പശ്ചാത്തലം ഒരുങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും വലിയ തോതിലുള്ള ആരോപണം ഉയർന്ന സംഭവം ലൈംഗിക പീഡനമെന്ന രീതിയിൽ ഗുസ്തി ഫെഡറേഷൻ പോലും പ്രതിക്കൂട്ടിലാകുന്ന സംഭവത്തിലേക്ക് വന്ന വിഷയത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ബ്രിജ്ഭൂഷണ് അനുകൂലമായി വന്നിരിക്കുന്നത്. ടോം, യെസ്, അതാണ് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ BJPയെ സംബന്ധിച്ച് രാഷ്ട്രീയപരമായൊരു ആശ്വാസകരമായിട്ടുള്ള വിധിയാണിത്. പക്ഷേ നമുക്കറിയാം രഞ്ജിത്ത്, വിനേഷ് ഫോഗട്ട് ഇത് ഈ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ്. പിന്നീട് അത് കോൺഗ്രസിന്റെ അതായത് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നവരെ MLA ആകുന്നു. അങ്ങനെ ഈ ഒരു സമരത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ച് വലിയ രീതിയിൽ ഈ വിനേഷ് ഫോഗട്ടിനെ വേട്ടയാടി എന്ന രീതിയിലൊക്കെ പല രീതിയിലും ചർച്ചകൾ ഉണ്ടായി. അത്തരം ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ ഉയർന്നു വന്നൊരു സംഭവം കൂടിയാണിത്. എന്തായാലും ഈ ഗുസ്തി താരങ്ങളുടെ ഈ സംഭവത്തിന് ശേഷം എന്തായാലും ബ്രിജ്ഭൂഷന്റെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. ഗുസ്തി താരങ്ങളുടെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ടോ? അവരുടെ തുടർ നീക്കം എന്തായിരിക്കും? ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു നിയമ പോരാട്ടം തുടരാനായിരിക്കുമോ നീക്കം? സാധ്യതകളുണ്ട് ടോം. കാരണം ജന്തർ മന്ദറിലടക്കം വലിയ സമരമുഖം തുറന്ന ഒരു സംഭവമായി കൂടി ഈ വിഷയം മാറിയ ഒരു പശ്ചാത്തലം വന്ന് ഒരുങ്ങിയതാണ്. വലിയ പിന്തുണ കായിക താരങ്ങളിൽ നിന്നൊക്കെ വലിയ പിന്തുണ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരുന്നു. പക്ഷേ പതിയെ ഇവരൊക്കെ പുറകോട്ട് പോകുന്ന സാഹചര്യവും നമ്മൾ കണ്ടിരുന്നു. 2023 ഈ വിവാദം ഉയരുകയും മറ്റും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. 2016 ഉണ്ടായ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിച്ചത്. അതിപ്പോൾ റെസ്റ്റോറൻറ്റിലടക്കമുള്ള സ്ഥലങ്ങളിൽ വെച്ച് ലൈംഗിക അതിക്രമം നടക്കുകയും പരിശീലന സ്ഥലത്ത് ലൈംഗിക ചുവടെ സംസാരിക്കുകയും മറ്റും ചെയ്തു എന്നൊക്കെയായിരുന്നു ആരോപണങ്ങൾ ഉയർന്നു വന്നത്. അന്ന് ഈ ഡൽഹി പോലീസൊക്കെ ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ശക്തമായ വകുപ്പുകൾ ഇടുകയും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും മറ്റും ചെയ്ത സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും അന്ന് പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുക്കുകയും നേരത്തെ ടോം പറഞ്ഞതുപോലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായൊക്കെ ഇതിൽ ഒരു ഇര മത്സരിക്കുന്ന സാഹചര്യമൊക്കെ ഒരുങ്ങുകയും ചെയ്ത പശ്ചാത്തലമൊക്കെ ഒരുങ്ങിയിരുന്നു. പക്ഷെ അതിനുശേഷം ഈ കേസ് അത് കോടതിയിലെത്തുകയും ബ്രിജ്ഭൂഷണൊക്കെ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. BJPയുടെ പരമാവധി പിന്തുണ തങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവിനുണ്ടായിരുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ അപ്പോഴൊക്കെ ഈ നിയമവഴി ഏത് തരത്തിൽ മുന്നോട്ട് പോകുമെന്നും കോടതിയുടെ തീരുമാനം എന്തായിരിക്കുമെന്നുള്ളതൊക്കെയുള്ള ഒരു പരിഭ്രാന്തിയും മറ്റും പ്രതിജ്ഞ മറ്റും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബ്രിജ്ഭൂഷണുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ കോടതിയുടെ തെളിവുകളൊന്നുമില്ല എന്ന് കണ്ട് കോടതി വെറുതെ വിടുന്ന ഒരു പശ്ചാത്തലം ഒരുങ്ങുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ തൻ്റെ രക്തത്തിനായി പലരും ദാഹിച്ചിരുന്നു, തന്നെ കൊടുക്കാൻ പലരും ശ്രമിച്ചിരുന്നു എന്നൊക്കെ ബ്രിജ്ഭൂഷൺ അതിനുശേഷം പറയുന്ന സാഹചര്യം ഒരുങ്ങുകയാണ്. ഏതായാലും ഡൽഹിയിലെ വിചാരണ കോടതി ഇത്തരത്തിൽ ഈ വിഷയത്തിൽ തെളിവില്ല എന്ന് കണ്ടെത്തുകയും മറ്റുമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. FIR അടക്കമുള്ള കാര്യങ്ങളിൽ കോടതിയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പോലീസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടും ചില പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്ത് ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷ പദവി നഷ്ടപ്പെടുന്നു. അദ്ദേഹത്തിന് പിന്നെ MP ആയി തുടരാൻ കഴിഞ്ഞില്ല. അങ്ങനെ രാഷ്ട്രീയ ഭാവി പോലും ബ്രിജ്ഭൂഷണെ സംബന്ധിച്ച് രാഷ്ട്രീയ ഭാവി പോലും അവസാനിച്ചതാണ്. സ്വാഭാവികമായും ഈ കേസിൽ കുറ്റവിമുക്തനായതോടുകൂടി വീണ്ടും ഈ അധികാര സ്ഥാനങ്ങളിലേക്ക് ബ്രിജ്ഭൂഷൺ എത്തുമെന്ന് കരുതണമോ? അങ്ങനെ കരുതണം. കാരണം ബ്രിജ്ഭൂഷൺ യാദവ് എന്ന് പറഞ്ഞാൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള UPയിലൊക്കെ ഏറെ സ്വാധീനമുള്ള ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹം വർഷങ്ങളായി തന്നെ BJPയുടെ MP ആയി നിൽക്കുന്ന ആൾ. ഒപ്പം രാഷ്ട്രീയ കേന്ദ്രങ്ങൾ പ്രത്യേകിച്ചും ഭരണപരമായി ഒക്കെ ഒരുപാട് തരത്തിലുള്ള സ്വാധീനം ചെലുത്തുന്ന ഒരാൾ കൂടിയായിരുന്നു എന്നുള്ളതാണ്. വളരെ പെട്ടെന്നാണ് ഇത്തരം ചില ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് മാറി നിൽക്കേണ്ട ഒരവസ്ഥ വരുന്നത്. അതിനുശേഷം രാഷ്ട്രീയത്തിൽ നടക്കം മാറി നിൽക്കുകയും ഈ വിഷയത്തിൽ തൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്ന സമയം വരെ താൻ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാവില്ല, ഉണ്ടാവില്ല എന്നൊക്കെ പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരാൾ കൂടിയാണ്. ഇപ്പോൾ ഈ കോടതി വിധി എന്ന് പറയുന്നത് അത് സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്ന ഒരു സാഹചര്യം ഒരുങ്ങി വരികയാണ്. അത് മാത്രമല്ല ആശ്വാസകരമാണ്. ഇപ്പോൾ താരങ്ങൾ അപ്പീലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമോ എന്ന കാര്യത്തിൽ കൂടി ഒരു വിശദീകരണം ലഭിക്കാനുണ്ട്. ഏതായാലും അവർ പോരാട്ടം ഒരു ഘട്ടത്തിൽ അവസാനിപ്പിച്ച മട്ടൊക്കെ ആയിരുന്നു. പക്ഷേ അപ്പോഴും ഈ കോടതി വിധി വന്ന ശേഷം അപ്പീലുള്ള സാധ്യതകളുണ്ട്. അത് ഏത് തരത്തിലാണ് മുന്നോട്ട് പോകുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും ബ്രിജ്ഭൂഷണെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായ കോടതി വിധിയാണ്. രാഷ്ട്രീയപരമായി ഒരു
ഒരുപക്ഷെ പൊതുമധ്യത്തിലേക്ക് വരാനും കാര്യമായി ഇടപെടാനും ഒക്കെയുള്ള സാഹചര്യം ഒരുക്കുന്ന ഒന്നാണ്. പക്ഷേ അതിനുള്ള ശ്രമങ്ങൾ, അതിനുള്ള കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. BJPക്കും വലിയ ആശ്വാസമാണ് ഈ കോടതി വിധി എന്ന് വേണം തൽക്കാലം കരുതാൻ. കാരണം അവരുടെ പ്രമുഖ നേതാവാണ് ഇത്തരത്തിൽ ആരോപണത്തിൽ പെടുകയും വിചാരണ നേരിടുകയും മറ്റും ചെയ്ത് അതിനുശേഷം തെളിവുകളില്ല എന്ന് പറഞ്ഞ് ഒരു കോടതി ഈ വിഷയം മാറ്റിവെക്കുമ്പോൾ സ്വാഭാവികമായും അത്തരം ചില സൂചനകൾ കൂടി ഉണ്ടാകുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ബ്രിജ്ഭൂഷൺ സംബന്ധിച്ചിടത്തോളം ഒരു ഉയർത്തെഴുന്നേൽപ്പായി ഇത് മാറുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്നും ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. ടോം. യെസ്, വ്യക്തമാണ്. രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇനി ഗുസ്തി താരങ്ങളുടെ നിലപാട് എന്തായിരിക്കും? നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമോ എന്നാണ് അറിയേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.